വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 427. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുക. ജീവിതം വൈവിധ്യമാർന്ന വെല്ലുവിളികളാണ് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ വെല്ലുവിളികളെ പേടിച്ചു പകച്ചു നിന്നാൽ ജീവിതം ദുരിതപൂർണമാകും. എന്നാൽ വെല്ലുവിളികളെ ധൈര്യസമേതം ഏറ്റെടുക്കുകയും അതിജീവിക്കുകയും ചെയ്യുമ്പോൾ ജീവിത വിജയത്തിന്റെ വഴികളാണ് തുറന്നു കിട്ടുക. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുക. ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയും നമ്മെ തകർക്കാനല്ല, ശക്തരാക്കാനാണ് വരുന്നത്. പ്രശ്നങ്ങളെ തടസ്സങ്ങളായി കാണുമ്പോൾ മുന്നേറ്റം നിൽക്കും. അതേ പ്രശ്നങ്ങളെ അവസരങ്ങളായി തിരിച്ചറിയുമ്പോൾ വിജയം ആരംഭിക്കും. ചിലപ്പോഴെങ്കിലും ജീവിതത്തിലെ പരാജയം പഠിപ്പിക്കുന്ന പാഠങ്ങൾ വിജയത്തേക്കാൾ വിലപ്പെട്ടതാകും. വീഴ്ചകൾ നമ്മെ സ്വയം തിരിച്ചറിയാൻ, ശേഷികളെ വികസിപ്പിക്കാൻ, പുതിയ വഴികൾ തേടാൻ സഹായിക്കുന്നു. ഇരുട്ടിലാണ് നക്ഷത്രങ്ങൾ തെളിയുന്നത്. അതുപോലെ കഠിന സമയങ്ങളിലാണ് നമ്മുടെ കഴിവുകൾ പ്രകാശിക്കുന്നത്. അതിനാൽ ഒരിക്കലും വെല്ലുവിളികളെ ഭയപ്പെടരുത്. അവയെ സ്വീകരിക്കുക, അവയിൽ നിന്ന് പഠിക്കുക, അവയെ പടവുകളാക്കി മുന്നോട്ട് കയറുക. ഒഴുകുന്ന പുഴയെ നോക്കൂ. പുഴയുടെ ഒഴുക്കിന് പാറക്കെട്ടുകളും വളവുകളുമൊക്കെ തടസ്സങ്ങളുണ്ടാക്കിയേക്കും. എന്നാൽ ആ തടസ്സങ്ങളൊന്നും തന്നെ പുഴയുടെ ഒഴുക്കിനെ നിർത്തുന്നില്ല. തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറി ഒഴുകാനോ അല്ലെങ്കിൽ തടസ്സങ്ങളെ ഊർജ്ജസ്വലതയോടെ മറികടക്കാനോ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഓരോ വെല്ലുവിളിയും നമ്മെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ അടുപ്പിക്കാനുള്ള പുതിയ വഴികൾ തുറക്കുന്നതായി കാണാം. ചിലപ്പോഴെങ്കിലും നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഏറ്റവും വലിയ അവസരമായിരിക്കും. തടസ്സങ്ങൾ മറികടക്കാൻ ആവശ്യമായ അദൃശ്യമായ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ആ ആന്തരിക ശക്തിയെ എങ്ങനെ പുറത്തെടുക്കണമെന്നും പ്രയോജനപ്പെടുത്തണമെന്നും കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് സ്വയം കഴിയുന്നില്ലെങ്കിൽ ഒരു മികച്ച വഴികാട്ടിയുടെയോ മെന്ററുടെയോ സഹായം തേടണം. നമ്മുടെ മനസ്ഥിതിയാണ് പലപ്പോഴും നമ്മുടെ വിജയപാത നിശ്ചയിക്കുന്നത്. പോസിറ്റീവായ ഒരാൾ എല്ലാ പ്രതിസന്ധിയിലും അവസരങ്ങൾ കാണുമ്പോൾ, നെഗറ്റീവായ ഒരാൾ എല്ലാ അവസരങ്ങളിലും വെല്ലുവിളികളാണ് കാണുന്നത്. നമ്മുടെ ചിന്തകളാണ് പ്രധാനമായും മനസ്ഥിതിയെ സ്വാധീനിക്കുന്നത്. നിരന്തരമായ വായനയും പഠനവും ഗവേഷണവുമൊക്കെ ചിന്തയെ നവീകരിക്കുമ്പോൾ വളർച്ചാ വികാസത്തിന്റെ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു വരിക. എന്നാൽ ചിന്തകളെ നവീകരിക്കാനോ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനോ മെനക്കെടാതിരുന്നാൽ നമ്മുടെ ക്രിയാത്മകതയും സർഗാത്മകതയും വരണ്ടു പോവുകയും ജീവിതം വിരസമാവുകയും ചെയ്യും. ഓരോ പ്രയാസങ്ങളും നമ്മെ ശക്തരാക്കുകയും ഓരോ വെല്ലുവിളികളും നമുക്ക് പുതിയ അവസരങ്ങളൊരുക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പരിസരമാണ് വിജയപാത അനായാസമാക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomediaplus@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.